ദേശീയ തലസ്ഥാനത്ത് നിന്ന് വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ഇരുസഭകളിലും ഇന്നും പ്രതിഷേധം. രാജ്യസഭയിൽ ചർച്ച അനുവദിച്ചില്ല. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭ 2 മണി വരെ നിർത്തിവച്ചിരിക്കുകയാണ്. സ്വാതിയുണ്ട് വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന്. സ്വാതി, ഈ ബീഹാർ വോട്ടർ പട്ടിക വിവാദ പരിഷ്കരണം രാജ്യമെമ്പാടും വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടവച്ചിരിക്കുകയാണ്. അതിൽ ഒരു തരത്തിലുള്ള ചർച്ചയും അനുവദിക്കില്ല എന്ന നിലപാട് തന്നെയാണോ ഇന്നും പാർലമെന്റിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്? അതിനെതിരെ വലിയ പ്രതിഷേധമാണോ പ്രതിപക്ഷം ഉയർത്തിയത്? തീർച്ചയായും മനു, ഈ പാർലമെന്റ് സമ്മേളനം, വർഷകാല സമ്മേളനം തുടങ്ങി 12ാം ദിവസവും വീണ്ടും സഭ പ്രക്ഷുബ്ധമാണ്. പാർലമെന്റിലെ ഇരു സഭകളിലും ഈ ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട വിഷയം നിരന്തരമായി പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. എന്നാൽ അത് സംബന്ധിച്ച് അടിയന്തര പ്രമേയ നോട്ടീസ് ഉൾപ്പെടെ തള്ളിക്കൊണ്ട് ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ളൊരു നിലപാട് കേന്ദ്ര സർക്കാർ തുടരുകയാണ്. ഇന്ന് ലോക്സഭയിലടക്കം ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളികളോടെ തന്നെ പ്രതിഷേധിക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോഴും ഈ ചർച്ചയ്ക്ക് എടുക്കുന്നില്ല വിഷയം എന്നുള്ള തീരുമാനമാണ് സഭയുടെ അധ്യക്ഷനടക്കം അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ സഭ പ്രക്ഷുബ്ധമായതിനെ തുടർന്ന് ലോക്സഭ 2 മണിവരെ പിരിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം രാജ്യസഭയിൽ വലിയ തരത്തിലുള്ള വാഗ്വാദങ്ങൾ പ്രതിപക്ഷ എംപിമാരും അതോടൊപ്പം ഭരണകക്ഷി പ്രതിനിധികളും തമ്മിലുണ്ടായി. JP നദ്ദ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ പ്രതിഷേധത്തെയൊക്കെയും അടിച്ചമർത്തിക്കൊണ്ട് നടത്തിയിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് പ്രതിപക്ഷം ജനാധിപത്യ വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ സഭയിൽ പെരുമാറുന്നത്, മാത്രമല്ല അരാജകവാദികളാണ് പ്രതിപക്ഷം എന്നുള്ള കാര്യമാണ് ഈ പ്രതിഷേധ ശബ്ദങ്ങളെയെല്ലാം മറികടന്നുകൊണ്ടുള്ള JP നദ്ദയുടെ പ്രസ്താവന. അതോടൊപ്പം ഖാർഗെ ഉൾപ്പെടെയുള്ളവർ ഈ രാജ്യസഭയിൽ നിരവധി വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ബീഹാർ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ പ്രതിഷേധമുയർത്തിയപ്പോൾ CISF ഉദ്യോഗസ്ഥരെ അടക്കം നടുത്തളത്തിലേക്ക് വിളിച്ചുകൊണ്ട് എംപിമാരെ തടയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇക്കാര്യമൊക്കെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പ്രതിപക്ഷം ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കടക്കം കത്തയക്കുകയും ചെയ്തിരുന്നു. ഈ വിഷയത്തിൽ അത്തരത്തിലുള്ള നടപടികളല്ല നടന്നിട്ടുള്ളത്, മറിച്ച് CIF ഉദ്യോഗസ്ഥർക്ക് മാർഷൽ ഡ്യൂട്ടി ഏൽപ്പിക്കുകയാണ് ചെയ്തത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സഭാ അധ്യക്ഷനടക്കം രാജ്യസഭയിൽ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും പ്രതിപക്ഷം കടുത്ത പ്രതിഷേധത്തിലൂടെ മുന്നോട്ട് പോവുകയും എന്നാൽ അത് ചർച്ചയ്ക്കെടുക്കാൻ തയ്യാറല്ല എന്നുള്ള നിലപാട് തുടരുകയും ചെയ്യുന്നു. അങ്ങനെ പ്രതിപക്ഷവും ഭരണകക്ഷിയും തമ്മിലുള്ള സഭയിൽ CISF ഒക്കെ കടന്നു വരിക എന്ന് പറയുന്നത് അത് നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഒരു സംഭവമാണ്. അവർക്ക് മാർഷൽ ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട് എന്ന ന്യായീകരണം കൊണ്ട് കൈകഴുകിയാലൊന്നും അത്തരത്തിലുള്ള നടപടികളിൽ നിന്ന് ഒളിച്ചോടാൻ കേന്ദ്ര സർക്കാരിന് കഴിയില്ല. കാരണം ഈ രാജ്യത്തിന്റെ ജനപ്രതിനിധികളെയാണ് CISFന്റെ സൈനികരെ ഉപയോഗിച്ചുകൊണ്ട് സഭയ്ക്കുള്ളിൽ തടയാൻ ശ്രമിക്കുന്നത്. ഇതൊക്കെ എത്ര കണ്ട് നമ്മുടെ ജനാധിപത്യത്തിന് ശുഭകരമാണ് എന്ന വലിയ ആലോചന നടക്കേണ്ട സമയം കൂടിയാണ്. വിവരങ്ങളാണ് സ്വാതി നൽകിയത്.